കുരുട്ട് കണ്ണുകളെ തുറക്കുക. ഓപ്പൺ ദ ബ്ലൈൻഡ് ഐസ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് ഓരോരുത്തരെക്കുറിച്ച് ഓരോ പ്ലാനുണ്ട്. കൃപകളും കഴിവുകളും അല്ലെങ്കിൽ താലന്തുകളും വ്യത്യാസമുണ്ട്. പറയുന്നുണ്ട് പുതിയ നിയമത്തിൽ ചിലർക്ക് 10 താലന്ത്, ചിലർക്ക് 5, ചിലർക്ക് 3, ചിലർക്ക് 1. അങ്ങനെ താലന്തുകൾ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അളവ് വ്യത്യാസമുണ്ട്. മെഷർ ഓഫ് ഫെയ്ത്തും വ്യത്യാസമുണ്ട്. വിശ്വാസത്തിൻ്റെ അളവിനും വ്യത്യാസമുണ്ട്. ഈ യെശയ്യാ 42 നമ്മൾ ഈ പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് കുറേ കാര്യങ്ങൾ പറയുന്നതാണ്. നമ്മളെക്കുറിച്ച് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. ദൈവം ആകാശമണ്ഡലവും ഭൂമിയും ഭൂതലവും നിയന്ത്രിക്കുന്ന ദൈവം മനുഷ്യനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അവൻ്റെ പ്രമോദം മനുഷ്യ മക്കളോടുകൂടിയായിരുന്നു എന്നാണ്. നമ്മൾ ഈ അന്യഗൃഹ ജീവികളൊക്കെ വരുന്നതിന് അവരോടൊന്നും അല്ല ദൈവത്തിന്. അവിടെയൊക്കെ ജീവികൾ കാണുമായിരിക്കും, പക്ഷെ മനുഷ്യനെ മാത്രമേ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ ഛായയിലും സൃഷ്ടിച്ചു. നമുക്ക് നമ്മളാരെന്ന് അറിയണമല്ലോ. അപ്പോൾ അവർ വന്നിട്ട് പലപ്പോഴും പറയുന്നത് മനുഷ്യർക്ക് അവരുടെ കഴിവ് അറിഞ്ഞുകൂടാന്ന്. അത് ഇസ് ആബ്സല്യൂട്ട്ലി ട്രൂ. നമുക്ക് നമ്മുടെ കഴിവ് അറിയത്തില്ല എന്നുള്ളതാണ്. നമ്മൾ ആരെന്നും നമ്മുടെ കഴിവ് എന്തെന്നും മനസ്സിലാക്കിയാൽ നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്ക് വൻകാര്യങ്ങൾ ചെയ്തെടുക്കാം. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ ബുദ്ധിമണ്ഡലം ഈ പാവത്തിൻ്റെ ഇഫക്റ്റ് കൊണ്ട് നമുക്ക് വലിയ ഹൈ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നമ്മുടെ ബുദ്ധിമണ്ഡലം ഉപയോഗിക്കാൻ ഒക്കുന്നില്ല, കഴിവുകൾ ഉപയോഗിക്കാൻ ഒക്കുന്നില്ല. അത് പാപത്തിൻ്റെ ഒരു ഇഫക്റ്റാണ്. എങ്കിലും കരുതുന്ന ഒരു ദൈവം പറയുകയാണ്, ഐ ലവ് യു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. 42 യെശയ്യാവിൽ ഇങ്ങനെ അത്, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ, എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെച്ചിരിക്കുന്നു, അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. അത് യേശുവിനെ കുറിച്ചാണ്. പുത്രനെക്കുറിച്ച് അയച്ചേച്ച് പറയുകയാണ്, ഇത് ദൈവം താങ്ങുന്ന ഒരു ദാസനെ നമുക്ക് തന്നിരിക്കുകയാണ്. അവനാണ് നമ്മുടെ കാര്യങ്ങൾ ചെയ്തേണ്ടത്. നമുക്ക് വേണ്ടി ഒരാൾ ദാസനായിട്ട് ദൈവം വന്നിരിക്കുകയാണ്. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നത് കൊണ്ട് പുത്രനെ തന്നേച്ച് ദൈവം പറയുകയാണ്, ഇതാണ് ഞാൻ താങ്ങുന്ന എൻ്റെ ദാസന്, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെച്ചിരിക്കുന്നു, അവൻ ജാതികളോട് ന്യായം നിലവിളിക്കത്തില്ല, ഒച്ച ഉണ്ടാക്കത്തില്ല, തെരുവീതി നല്ല ശബ്ദം കേൾപ്പില്ല, ചതഞ്ഞോടെ അവൻ ഒടിച്ച് കളകയില്ല, പുകയുന്ന തിരി കെടുത്തി കളയില്ല, അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. അപ്പോൾ ചതഞ്ഞോടെ ഒടിച്ച് കളയുകയോ പുകയുന്ന തിരി കെടുത്തി കളയുന്നോ ദൈവം നല്ല. നമ്മൾ ബലഹീനനെ ചവിട്ടിത്താഴ്ത്തുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ ആളുകളെ വലിച്ചെറിയുന്ന സ്വഭാവം നമുക്കുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ പുത്രൻ പരിശുദ്ധാത്മാവിൽ പറയുന്ന ഇവിടെ ദൈവം നമ്മളെ എപ്പോഴും ചതഞ്ഞോടെ ഒരിക്കലും അവൻ നശിപ്പിക്കുന്നില്ല, ചതഞ്ഞ ഓട അവൻ ഓടിച്ച് കളയുന്നില്ല, പുകയുന്ന തിരി കെടുത്ത് കളയുന്നില്ല. ഒരല്പജീവനുണ്ടെ പോലും, നമ്മളിൽ ഒരല്പജീവനുണ്ടെ പോലും അതിനെ സൂക്ഷിച്ച് ജീവനാക്കുന്ന ഒരു ദൈവം. ഇത് ഞാനിപ്പോൾ ഓർക്കുന്ന എൻ്റെ കൂടെ ഒരു കൂട്ടുകാരി, അവരൊരു അമേരിക്കനാണ്. അവരെ കൂടെയാണ് യേശുവിനെ യഥാർത്ഥത്തിൽ ഞാൻ കണ്ടത്. സത്യത്തിൽ ജീവിതത്തിൽ യേശുവിനെ വ്യക്തമായിട്ടും കാണിച്ച ഒരു സ്ത്രീ അവരാണ്. എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. വർഷങ്ങളായിട്ട് ഞങ്ങൾ സൗദിയിൽ ഒന്നിച്ച് വചനം വായിക്കുകയും വചനത്തിനകത്ത് അവരുടെ പ്രവൃത്തികളിൽ കൂടെ അവരുടെ കണ്ണുകളിൽ ഞാൻ യേശുവിനെ കണ്ടു. അങ്ങനെയാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ സ്വാധീനം വലുതാണ്. അപ്പോൾ അവരും ഞങ്ങളും കൂടെ എപ്പോഴും ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഒരു ദിവസം അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസ്, അവർക്ക് ഒത്തിരി ഭാരത്തിൽ കൂടെ പോയി. ആദ്യത്തെ വിവാഹം തെറ്റിപ്പോയി, രണ്ടാമത്തെ വിവാഹം ശരിയായില്ല, മൂന്നാമത്തെ വിവാഹത്തിന് പോകാതെ അവർ വിഷമിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇനിയൊന്നും ജീവിതമേ ഇല്ല എന്നും പറഞ്ഞു. അപ്പോഴൊക്കെ ഈ ചെറുപ്പത്തിൽ 18 വയസ്സിലെ കല്യാണം കഴിച്ചു വിട്ടു. അപ്പോഴും ഒരു ചെറുപ്പമാണ്. 2 കല്യാണം പോയി കഴിഞ്ഞിട്ടും ആൾ ചെറുപ്പമാണ്. അപ്പം ഇവളൊന്നിനും ചെയ്യാതെ പുറത്തു പോകാതെ വീട്ടിൽ തന്നെ ആകപ്പാട് ഭാരമായിട്ട് അന്നുള്ള വരുമാനത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്ത് ജീവിക്കുകയാണ്. അപ്പോഴത്തേക്ക് ആദ്യത്തെ വിവാഹത്തിൽ 2 പെൺകുട്ടിയും ഉണ്ടെന്ന് ഓർക്കണം. അതിനെ വളർത്തണം. അപ്പോൾ ആ കൊച്ചിൻ്റെ ഭാരങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ഈ അമേരിക്കയിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പണക്കാരോട്ടല്ല, സാധാരണക്കാർക്ക് ഒത്തിരി പ്രയാസമുണ്ട്. അപ്പോൾ അവർ താഴെ ഒരു സ്ഥലത്ത് പോയി റൂം എടുത്തിട്ട് ഈ കുഞ്ഞുങ്ങളെ 2 കുഞ്ഞുങ്ങളെ ഇവരും കൂടെ വളർത്തുമ്പം അതിന് കിട്ടുന്ന പൈസ തുച്ഛിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുന്ന പ്രയാസമൊക്കെ അവരെന്നോട് പറയുമ്പോൾ ഞാൻ വിചാരിക്കും ഇത്രയും ഭാരത്തിൽ കൂടെ പോയിട്ടേ ഒരു സ്ത്രീയാണ്. അതാണ് കൊണ്ട് ആ മെച്യൂരിറ്റി അവർ ഞാൻ കണ്ടത്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞൊരു സംഭവം, അവരൊരു പ്രാവശ്യം പ്രാർത്ഥനയ്ക്ക് പോയി. ഈ റിട്രീറ്റ് പോലത്തെ പ്രാർത്ഥന ഉണ്ട് ഡെലിവറൻസിന്. അപ്പോൾ ഈ സ്ലേയിങ് ഓഫ് ദ സ്പിരിറ്റൊക്കെ അന്ന് തുടങ്ങിയ സമയമാണ്. സ്ലേയിങ് ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ആത്മാവ് വന്നിട്ട് പുറകോട്ട് വീഴുക.
അപ്പം ഇതൊക്കെ നമുക്ക് പുതിയതായി, നമുക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അവരെന്നോട് സംസാരിച്ച് അവർ പറയുമായിരുന്നു, ഞാൻ ഒത്തിരി വിഷമമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നീ ഇങ്ങനെ വീട്ടിൽ ഇരുന്നാൽ ശരിയാകത്തില്ല, പുറത്തിറങ്ങിയിട്ട് ആളുകളെ കാണാൻ തുടങ്ങണം, ഇതല്ല ജീവിതം, ദർ ഈസ് അനദർ ലൈഫ് ഫോർ യു എന്ന് അവരെപ്പോഴും പറഞ്ഞു. പക്ഷേ അമ്മ പറയുന്നൊന്നും അവർ കേൾക്കൂല. ഏതായാലും ഇങ്ങനെ ഒരു പ്രാർത്ഥനാ കൂട്ടം ഉണ്ടായിരുന്നു. പ്രാർത്ഥന കൊണ്ടുവിട്ട് ദൈവത്തെ അറിയുന്ന സ്ത്രീ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥന ഡെലിവറൻസ് മിനിസ്ട്രി നടത്തുന്നത് പോകാമെന്ന് ഇവരും പോയിരുന്നു. ഇവർ പോയി അവിടെ നിന്നപ്പോൾ ഇവരെ കുറേ പേരെ ഒരു സ്റ്റേജിൻ്റെ മുമ്പിലോട്ട് വിളിക്കുമ്പം അന്ന് പ്രസംഗിച്ച ആൾ ആത്മാവിൽ നിറഞ്ഞിട്ട് അതേ ഇങ്ങനെ തൊടുമ്പോഴെല്ലാം ആളുകൾ പുറകോട്ട് വീഴും, ചിലർക്കൊക്കെ ഹീലിംഗ് കിട്ടും, പല അതിശയങ്ങൾ അവിടെ നടന്നു. അപ്പോൾ ഇവർ പറയുകയാണ്, ഇവർ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇവരിങ്ങനെ കാണുകയാണ് സ്വർഗത്തിൽ നിന്ന് അപ്പച്ചന് ഒരു പുതിയ ഹൃദയം ഇങ്ങനെ പൊതിഞ്ഞെടുത്തുകൊണ്ട് ഇവരുടെ കയ്യിലോട്ട് കൊണ്ട് ഇവരുടെ അടുക്ക വന്ന് വെച്ച് ഇവരുടെ ഹൃദയം നെഞ്ചിനകത്തെ ഭാഗം തുറന്നിട്ട് യേശു ക്രിസ്തു അവരുടെ ഹൃദയം മാറ്റി വെച്ച് ഈ കൊണ്ടുവന്ന ഹൃദയം അകത്തോട്ട് കയറ്റി വെച്ച് ഓപ്പറേഷൻ ചെയ്ത് തീർക്കുന്നു. അപ്പോൾ അവർ സ്ലേയിങ് ഓഫ് ദി സ്പിരിറ്റ് അവർ കിടക്കുകയാണ്. കിടന്നു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവർ എഴുന്നേറ്റപ്പം അവർക്കൊന്നും തോന്നിയില്ല, ബിക്കോസ് സ്പിരിറ്റിലാണ് നടന്നത്. അപ്പോൾ അവർ പറയുന്ന എന്നോട് അവരുടെ ഹൃദയം എടുത്തത് ഇവിടുന്ന് എടുത്തല്ല, വേറൊരു ഹൃദയം ഇവിടെ വെച്ചു കൊടുക്കുക ചെയ്തത്, വളരെ ഇമ്പോർട്ടൻ്റ്. അവരുടെ ഹൃദയം എടുത്തത് പൊന്നുപോലെ അപ്പച്ചൻ ഇങ്ങനെ എടുത്തോണ്ട് മുകളിലോട്ടങ്ങ് പോയെന്ന്. ദാറ്റ് ടച്ച്ഡ് ഹർ. അപ്പോൾ അവർ പറയുക, എത്ര അഴുക്കെന്ന് വിചാരിച്ചത് പോലും അപ്പച്ചൻ വന്നിട്ട് അത് മാറ്റി വെച്ച് ആ പഴയ ഹൃദയം സ്വർഗത്തിലോട്ട് കൊണ്ടുപോയി പകരം യേശുവിൻ്റെ ഹൃദയം വെച്ച് കൊടുത്ത് അന്ന് തൊട്ട് അവരുടെ കഷ്ടകാലത്തിൽ അവർ ജീവനുള്ള ദൈവത്തെ കാണാൻ തുടങ്ങി. മൂന്നാമത് വിവാഹം കഴിച്ചു. അവരങ്ങനെയാണ് സൗദി അറാംകോയിൽ ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ അവിടെ വന്ന് എൻ്റെ നെയ്ബറായിട്ട് താമസിക്കുന്നത്. അപ്പോൾ അവിടെ വളരെ സുഖം, അങ്ങേറ്റത്തെ സുഖം. പിന്നെ അവസാനം എന്നോട് ഒരു കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ എല്ലാ പ്രയാസവും ദൈവം ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടെ ഹൃദയത്തിന് ദൈവം മാറ്റി വെക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ തന്നെത്താനെ വിചാരിച്ച നല്ല ഹൃദയം ഉണ്ടാകത്തില്ല, പക്ഷെ ദൈവത്തിൻ്റെ ഹൃദയം നട്ടു തരണമേ. ആർക്കൊക്കെ? എനിക്കും നിങ്ങൾക്കും, നമ്മുടെ ഭർത്താക്കന്മാർക്കും നിങ്ങളുടെ ഭർത്താക്കന്മാർക്കും, നമ്മുടെ മക്കൾക്കും നിങ്ങളുടെ മക്കൾക്കും. ദൈവമേ, ദൈവത്തിൻ്റെ നിർമ്മലമായൊരു ഹൃദയം നട്ടു തരണം. നമ്മൾ നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ, അങ്ങനൊരു പാട്ടുണ്ട്. നിർമ്മലമായൊരു ഹൃദയം എനിക്ക് നിർമ്മിച്ചിട്ട് തരണം. അതാരുടെയാണ്? യേശുവിൻ്റെ മാത്രം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യെശയ്യാ 42 ഇങ്ങനെ വാക്യം പറയുന്ന 6-ാം വാക്യം പറഞ്ഞിട്ട് പറയും, കർത്താവ് പറഞ്ഞില്ലേ, ചതഞ്ഞ ഓട ഞാൻ ഒടിച്ച്. ഇവർ ചതഞ്ഞും പുകഞ്ഞു വിരിഞ്ഞ സ്ത്രീയായിരുന്നു. അവരുടെ ആ പഴയ ഹൃദയം, ജഡത്തിൻ്റെ ഹൃദയം, വേദനയുടെ ഹൃദയം, നിരാശയുടെ ഹൃദയം, ദുഃഖത്തിൻ്റെ ഹൃദയം കർത്താവ് വന്ന് എടുത്തുകൊണ്ട് പോയിട്ട് കർത്താവിൻ്റെ ഹൃദയം അവർക്ക് വെച്ചു. പിന്നെ അവരുടെ മുഖത്ത് ഞാൻ യേശുവിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ ഒരൊറ്റ സ്ത്രീയാണ് എന്നെ യേശുവിലേക്ക് എൻ്റെ അമ്മയെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സ്ത്രീയിൽ കൂടെയാണ് യേശുവിനെ ഞാൻ നേരിട്ട് കണ്ടത്. അങ്ങനെ ജീവനുള്ള ദൈവത്തെ വഹിക്കുന്ന അനേക മക്കളെ എനിക്ക് കൂട്ടുകാരായിട്ട് തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൽ 42:6 പറയുന്നു, കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ കാരാഗൃഹത്തിൽ നിന്ന് വിടുവിപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എനിക്ക് തന്ന വാഗ്ദത്തമാണ്, അത് ഇന്ന് ഫുൾഫിൽ ചെയ്തുകൊണ്ടിരിക്കുക. കുരുട്ട് കണ്ണുകളെ നീ തുറക്കും. നമ്മൾ പറഞ്ഞാൽ ദൈവം കേൾക്കും. കുരുട്ട് കണ്ണുകളെ തുറക്കണം. ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും ഇത് കാരാഗൃഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ കാരാഗൃഹത്തിൽ നിന്നും വിടുവിപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ, ജീവനുള്ള ദൈവം നിന്നെയും എന്നെയും വിളിച്ചിരിക്കുകയാണ്. ഞാൻ നിൻ്റെ കൈ പിടിച്ച് നിന്നെ കാക്കും, നിന്നെ ജനത്തിൻ്റെ നിയമവും ജാതികളുടെ പ്രകാശമാക്കും. ഞാൻ യഹോവ, അതുതന്നെ എൻ്റെ നാമം. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരു എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കത്തില്ല. ദൈവം സ്നേഹിക്കുന്നുണ്ട്. പണ്ട് പ്രസ്താവിച്ച് ഇതാ സംഭവിച്ചിരിക്കുന്നു, ഞാൻ പുതിയത് അറിയിക്കുന്നു, അത് ഉത്ഭവിക്കും മുമ്പേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. പുതിയതൊന്ന് ദൈവം ചെയ്തെന്നേ. നമ്മളോട് ദൈവം സംസാരിക്കുന്ന തെറ്റത്തില്ല. ഒത്തിരി വചനം കേൾക്കുന്നതിലല്ല, ഒരു വചനം, ഒരു വിത്ത് ഒരു ദിവസം. നമുക്കെല്ലാം ദൈവം നമ്മുടെ അടുക്കൽ വന്ന് നിൽക്കുകയാണ്. പുതുതായൊരു ഹൃദയം ദൈവം നട്ടുവെച്ചിരിക്കുകയാണ്. ആ പുതിയ ഹൃദയം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഹൃദയമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. അത് തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്ന പച്ച, ഞങ്ങളോട് അധികമായ കരുണ തോന്നുന്ന ദൈവം, നീ എത്ര വിശ്വസ്തനാന്ന് ഞങ്ങൾ ഓർക്കുന്ന പച്ച. നീ പറയുന്ന ചതഞ്ഞ ഓട ഞാൻ
ഓടിച്ച് കളയത്തില്ല, പുകയുന്ന തിരി കെടുത്തി കളയത്തില്ല. ദൈവമേ, നീ അല്ലാതെ ആരതിച്ച് മറ്റുള്ളവർ വല്ലതാണെന്ന് ചവിട്ടിത്തൊഴിച്ച് പുറത്തിറക്കി കളയുമ്പം അപ്പച്ചനത് പൊന്നുപോലെ എടുത്ത് ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും ഞങ്ങൾക്കുള്ളവരും ഭർത്താക്കന്മാരെ മക്കളെ മരുമക്കളെയൊക്കെ പൊന്നു കരങ്ങളിൽ സൂക്ഷിച്ചിട്ട് ഞങ്ങൾ ചോദിക്കാൻ നോക്കിയിരിക്കും. ചോദിക്കുന്ന നിമിഷത്തിൽ അപ്പച്ചൻ്റെ ഹൃദയം നട്ടുതരും. എന്നിട്ട് ഞങ്ങളുടെ ജഡീക ഹൃദയം അപ്പച്ചൻ അങ്ങ് സ്വർഗത്തിലോട്ട് എടുത്തുകൊണ്ടും പോകും. ഇങ്ങനെ സ്നേഹിക്കുന്നൊരു ദൈവം ഞങ്ങൾക്കുണ്ട്. എന്നിട്ട് ഞങ്ങൾ പലപ്പോഴും നിന്നെ മറന്ന് ജീവിക്കുന്നവരായി മാറുന്ന കർത്താവ്. അതുകൊണ്ട് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, നിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം, ആത്മശക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. ഉന്നതങ്ങളിൽ ഉന്നതനായ ദൈവത്തിൻ്റെ മഹത്വത്തിനനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം. നാഥൻ്റെ കയ്യിലേക്ക് ഈ വിഷയം എടുക്കുമ്പോൾ അനേക കുടുംബങ്ങളിൽ വിടുതലിൻ്റെ ആത്മാവിനെ ഞാൻ അയക്കുന്നു. കർത്താവേ, നീ വാതിക്കൽ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അനേകരുടെ ഹൃദയത്തിൽ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് അറിയാതെ വ്യസനിക്കുന്നിടത്തോട്ട് കർത്താവിൻ്റെ ഹൃദയം വാങ്ങിച്ചു കഴിയുമ്പം സാഹചര്യങ്ങൾ മാറുകയല്ല, ഞാൻ മാറുകയാണ്. ഞാൻ എന്നിലുള്ള ക്രിസ്തു ജീവിച്ചപ്പോൾ എന്തെല്ലാം പ്രയാസത്തിനാണ് നടുക്കൂടെ അപ്പച്ചൻ നടന്നത്. അപ്പച്ചനെ കല്ലെറിഞ്ഞു കൊല്ലാൻ തന്നെ ആളുകൾ നോക്കി. എന്നിട്ട് അവരുടെ നടുക്കൂടെ ധൈര്യമായിട്ട് അപ്പച്ചൻ കടന്നുപോയി. അപ്പോൾ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറയാനുള്ള ധൈര്യം ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങൾക്ക് പുതിയ ഹൃദയം തരിക തന്നെയല്ല, മറ്റുള്ളവർക്ക് ഞങ്ങൾ നന്മ ചെയ്യുന്നവരായി മാറണം കർത്താവേ. അതുകൊണ്ടാണ് കുരുട്ട് കണ്ണുകളെ തുറക്കണം, ബദ്ധന്മാരെ കൊണ്ടറയിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ കാരാഗ്രഹത്തിന് വിടുവിപ്പാനും യഹോവയുടെ നന്മയെക്കുറിച്ച് വിളിച്ചു പറയുവാനും ഞങ്ങൾക്ക് വരം തരണം കർത്താവ്. തന്നിരിക്കുന്നിടത്ത് ഉപയോഗിക്കാനും അത് വചനം ചെന്ന് കൊള്ളുന്നിടത്ത് അത് ജീവനുള്ളതായിട്ട് ജീവവൃക്ഷമായിട്ട് കെളുത്തു വരണം. അനേകർക്കത് പ്രയോജനമാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അത് ചെയ്യുന്നതിനാൽ സ്തോത്രത്തിൻ്റെ വചനം വെറുതെ പോകത്തില്ല, വൃഥാവായിട്ട് പോകത്തില്ല. അത് അയച്ച കാര്യം ചെന്ന് പ്രവർത്തിച്ചിട്ടല്ല അത് തിരിച്ചു വരികയില്ല. അങ്ങനെ അത് ചെയ്തിരിക്കുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവത്തിന് നന്ദി. കുടുംബങ്ങളെ കുടുംബമായിട്ട് മക്കളെ മരുമക്കളെ കൊച്ചുമക്കളെ ആയിട്ട് എന്ത് ഭാരമാട്ടെ, രോഗമാട്ടെ, ഭാരമാട്ടെ, ഫൈനാൻഷ്യൽ പ്രയാസമാട്ടെ, പണസംബന്ധമായ ബന്ധനമാട്ടെ, പിന്നെ മറ്റുള്ളവരുടെ ഉപദ്രവമാട്ടെ, സ്വന്തക്കാർ നമ്മളെ കുറ്റം പറയും, എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പച്ച, മക്കളില്ലാത്തതായിരിക്കാം, മക്കളുടെ വിവാഹമായിരിക്കാം, ഏത് വിഷയവും എൻ്റെ പൊന്നപ്പച്ചൻ ഭംഗിയായിട്ട് ചന്തമായിട്ട് ഉചിതമായിട്ട് ചെയ്തു തരുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ കയ്യിലേട്ട് അത് ഏൽപ്പിക്കാനുള്ള നല്ല മനസ്സ് എന്നിട്ട് നിന്നെ സ്തുതിക്കാനും സ്തോത്രം ചെയ്യാൻ അനുവദിച്ചാട്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. വരുവീൻ നമുക്ക് മലയുടെ മുകളിലേക്ക് കയറിച്ചെല്ലാം. അവിടെയല്ലയോ സിയോനിലുള്ള അനുഗ്രഹങ്ങൾ ഇരിക്കുന്ന ദൈവത്തെ കണ്ടുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിച്ചാട്ട്. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.